So the next topic is properties of LTI system. If a system is a linear time invariant system, what are the properties available, or what are the properties that are obeyed by an LTI system? That is, we are discussing here. First one is whether the system is memoryless or not. We already discussed that a system is said to be memoryless if the output y of n or y of t depends only on the present value of input x of n or y of n. x of t. അപ്പോൾ y of n എന്ന് പറയുന്ന ഔട്ട്പുട്ട് x of n മാത്രം, അതായത് പ്രസൻറ്റ് ഇൻപുട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? മെമ്മറിലെസ് സിസ്റ്റം എന്ന് പറയും, അല്ലെങ്കിൽ മെമ്മറിലെസ് സിസ്റ്റം എന്ന് തന്നെ പറയും. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാം, ഒരു സിസ്റ്റം ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇൻപുട്ട് ഈസ് എക്സ് ഓഫ് എൻ, ഇമ്പൾസ് റെസ്പോൺസ് ഈസ് എച്ച് ഓഫ് എൻ ആൻഡ് ഔട്ട്പുട്ട് ഈസ് വൈ ഓഫ് എൻ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വൈ ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് എൻ കൺവല്യൂഷൻ എക്സ് ഓഫ് എൻ, വേർ എച്ച് ഓഫ് എൻ ഈസ് ദ ഇമ്പൾസ് റെസ്പോൺസ് ആൻഡ് എക്സ് ഓഫ് എൻ ഈസ് ദ ഇൻപുട്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതും? സിഗ്മ k equal to minus infinity to infinity h of k into x of n minus k. ഓക്കെ, ഇനി നമുക്ക് ഓൾറെഡി അറിയുന്നൊരു കാര്യം എന്താണ്? y of n should depend on x of n. y of n എന്തിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ? x of n-നെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. x of n പ്ലസ് ഒരു ക്വാണ്ടിറ്റീനെയോ x of n മൈനസ് ഒരു ക്വാണ്ടിറ്റീനെ എന്ത് ചെയ്യാൻ പാടില്ല? ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. സോ മെമ്മറിലെസ് സിസ്റ്റം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ k എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ k 0 ആകുമ്പോൾ എന്താവും? y of n ഈക്വൽ ടു സിഗ്മ k h of k ഇൻറ്റു എക്സ് ഓഫ് n അല്ലേ? അപ്പോൾ ഇത് 0 ആകുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാം? സിസ്റ്റം മെമ്മറിലെസ് ആണ്, അതിന് മെമ്മറി ഇല്ല എന്ന് പറയാം. ഇത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പ്രസൻറ്റ് വാല്യൂവിനെ മാത്രമേ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതായത് നമുക്ക് എന്തെന്ന് പറയാം? ഫോർ എ സിസ്റ്റം ടു ബി മെമ്മറിലെസ്, ഒരു സിസ്റ്റം മെമ്മറിലെസ് ആവണമെന്നുണ്ടെങ്കിൽ വൈ ഓഫ് എൻ എന്തിനെ മാത്രം? എക്സ് ഓഫ് എന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്യണം. എക്സ് ഓഫ് എൻ മൈനസ് കെനെ ഡിപ്പെൻഡ് ചെയ്യരുത്. ഫോർ കെ നോട്ട് ഈക്വൽ ടു 0. അതായത് കെ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇവിടെ പ്രശ്നമില്ല, എക്സ് ഓഫ് എൻ ആയിക്കോളും. കെ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. ദാറ്റ് ഈസ് എച്ച് ഓഫ് കെ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? 0 ഫോർ കെ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ കെ 0 അല്ലാത്ത സമയത്ത്, അതായത് ഈ വൈ ഓഫ് എൻ എക്സ് ഓഫ് എന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താവണം? ഈ എച്ച് ഓഫ് കെ എന്ന് പറയുന്നത് ഈ കെ നോട്ട് ഈക്വൽ ടു 0 ആകുന്ന സമയത്തെല്ലാം എന്താവണം? 0 ആകണം. കാരണം ഈ എക്സ് ഓഫ് എൻ മൈനസ് കെ 0 ആകുന്നത് പോസിബിൾ അല്ല. കാരണം എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന സിഗ്നൽ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇതായിരിക്കും എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന നമ്മുടെ കയ്യിലുള്ളൊരു സിഗ്നൽ. ഇവിടെ ഇത് 2, 3, 4, 5, 6. നമ്മൾ വൈ ഓഫ് 3 എന്ന് പറഞ്ഞാൽ y ഓഫ് 3 ഏത് ഇൻപുട്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ? എക്സ് ഓഫ് 3നെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ബാക്കി സമയത്തെല്ലാം y ഓഫ് 3 കണ്ടുപിടിക്കുമ്പോൾ ബാക്കി വാല്യൂസ് ഓഫ് എക്സ് ഓഫ് എന്നിന്, അതായത് എക്സ് ഓഫ് എൻ മൈനസ് കെ, എൻ എന്ന് പറയുന്നത് ഇവിടെ 3 ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. എക്സ് ഓഫ് 3 മൈനസ് 1 എന്ന് പറയുന്നത് 2 ആണ്. എക്സ് ഓഫ് 2ന് 0 ആകാൻ പറ്റത്തില്ല. പകരം എന്ത് ചെയ്താൽ മതി? ആ സമയത്തെല്ലാം എച്ച് ഓഫ് കെ 0 ആയാൽ മതി അല്ലേ? അപ്പോൾ ഫോർ എക്സാമ്പിൾ വൈ ഓഫ് 3 കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് ഓഫ് 3 മൈനസ് 1 എച്ച് ഓഫ് 1 ഇൻറ്റു എക്സ് ഓഫ് 3 മൈനസ് 1. എക്സ് ഓഫ് 3 മൈനസ് 1 എന്ന് പറയുന്നത് 2 ആണ്, എക്സ് ഓഫ് 2 ആണ്. പക്ഷേ ഇത് 0 അല്ല. പകരം എന്തായാൽ മതി? എച്ച് ഓഫ് കെ 0 ആയാൽ മതിയല്ലോ. അപ്പോൾ കെ നോട്ട് ഈക്വൽ ടു 0 ആകുന്ന കണ്ടീഷനിൽ എന്ത് 0 ആകണം? എച്ച് ഓഫ് കെ എന്തായാൽ മതി? 0 ആയാൽ എന്താവും? സിസ്റ്റം മെമ്മറിലെസ് ആകും. അപ്പോൾ അതിന് പറയുന്ന കണ്ടീഷനാണ് വൈ ഓഫ് എൻ എക്സ് ഓഫ് എന്നെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. എൻ മൈനസ് കെനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതായത്
കെ 0 അല്ലാത്ത കണ്ടീഷനിൽ ആര് 0 ആവും? ഇയാൾ 0 ആവും. എച്ച് ഓഫ് കെ 0 ആകും. ദാറ്റ് ഈസ് മെമ്മറിലെസ് സിസ്റ്റം. ഇതേ കേസ് നമുക്ക് എന്ത് പറയാം? കണ്ടിന്യൂസ് ടൈം സിഗ്നലിലും പറയാം. ഫോർ എ കണ്ടിന്യൂസ് ടൈം ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം മെമ്മറിലെസ് ആവണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്താ? y ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് ടോ എക്സ് ഓഫ് ടി മൈനസ് ടോ ഡി ടോ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? സമ്മേഷനാണ്. സമ്മേഷൻ വരുമ്പോൾ നമുക്ക് എന്ത് 0 ആണെന്ന് പറയാം? ഇത് 0 ആണെന്ന് പറയാം. കാരണം കെ 0 ആവുന്ന കണ്ടീഷനിൽ ഇത് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, നമുക്ക് ഒരു സാധനം കിട്ടി, പ്ലസ് അടുത്ത പ്രോഡക്റ്റ്, അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഇവിടെ എച്ച് ഓഫ് ടോ 0 ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് ഫുൾ 0 ആയിപ്പോവും. സോ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യും? നമുക്കിവിടെ എന്ത് ചെയ്യാൻ പാടില്ല? വൈ ഓഫ് ടി എക്സ് ഓഫ് ടീനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. എക്സ് ഓഫ് ടി മൈനസ് ടോനെ ഡിപ്പെൻഡ് ചെയ്യരുത്. അതായത് ടോ നോട്ട് ഈക്വൽ ടു 0 ആവുന്ന സമയത്തൊന്നും എന്ത് കിട്ടരുത്? വൈ ഓഫ് ടി കിട്ടരുത്. അതായത് എനിക്ക് ഇങ്ങനെ പറയാം, എച്ച് ഓഫ് ടോ ഈക്വൽ ടു എന്താകണം? ഡെൽ ഓഫ് ടോ. എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ ഇവിടെ എച്ച് ഓഫ് ടോ എന്ന് പറയുന്ന ഡെൽ ഓഫ് ടോ ആണെങ്കിൽ ഡെൽ ഓഫ് ടോ ഇൻറ്റു ഒരു സാധനം എന്ന് പറയുന്നത് എവിടെ മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ? ടോ ഈക്വൽ ടു 0 മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്ത് കിട്ടും? അതായത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടെ ഞാൻ എന്ത് പറഞ്ഞു? സിസ്റ്റം സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ എച്ച് ഓഫ് ടോ ഷുഡ് ബി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡെൽ ഓഫ് ടോ. അപ്പോൾ എനിക്ക് വൈ ഓഫ് ടി എന്ത് കിട്ടും? വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സി ഇൻറ്റു ഡെൽ ഓഫ് ടോ എക്സ് ഓഫ് ടി മൈനസ് ടോ. അപ്പോൾ ഈ ഡെൽ ഓഫ് ടോ എന്ന് പറഞ്ഞാൽ എന്താ? ദ സിഗ്നൽ വിൽ എക്സിസ്റ്റ് ഓൺലി അറ്റ് ടോ ഈക്വൽ ടു 0. അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ സി ഇൻറ്റു എക്സ് ഓഫ് ടി മൈനസ് 0. അപ്പോൾ ഇതെന്താ? വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സി ഇൻറ്റു എക്സ് ഓഫ് ടി. അപ്പോൾ വൈ ഓഫ് ടി എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ? എക്സ് ഓഫ് ടീനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. എങ്ങനെയാണെങ്കിൽ എച്ച് ഓഫ് ടോ എന്ന് പറയുന്നത് ഡെൽ ഓഫ് ടോ ആണെങ്കിൽ. അപ്പോൾ എനിക്ക് എന്ത് പറയാം? ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ കേസിൽ ഒരു ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം മെമ്മറിലെസ് ആവണമെന്നുണ്ടെങ്കിൽ എച്ച് ഓഫ് ടോ ഡെൽ ഓഫ് ടോ ആയിരിക്കണം, സി ഇൻറ്റു ഡെൽ ഓഫ് ടോ ആയിരിക്കണം. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ കേസിൽ എച്ച് ഓഫ് കെ ഈക്വൽ ടു 0 ഫോർ കെ നോട്ട് ഈക്വൽ ടു 0. ശരിക്കും ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പ്രോപ്പർട്ടി മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ. സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ് കോസൽ സിസ്റ്റം. ഒരു കോസൽ സിസ്റ്റം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ പാസ്റ്റ് ഓർ പ്രസൻറ്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ട്. ഇൻപുട്ടിൻ്റെ പാസ്റ്റ് വാല്യൂവിനെയോ പ്രസൻറ്റ് വാല്യൂവിനെയോ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഫ്യൂച്ചറിനെ എന്ത് ചെയ്യാൻ പാടില്ല? ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ എഴുതുവാണ്. വൈ ഓഫ് എൻ ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് കെ ഇൻറ്റു എക്സ് ഓഫ് എൻ മൈനസ് കെ. ഓക്കെ. ഇനി പാസ്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്ത് വരണം? എച്ച് ഓഫ് എൻ മൈനസ് കെ വെയർ കെ ഗ്രേറ്റർ ദാൻ 0. അതായത് n-1, n-2, n-3 അങ്ങനെ വരാം. കെ ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇതൊരു നെഗറ്റീവ് വാല്യൂ. അതായത് n-1 ദാറ്റ് ഈസ് n+1. അപ്പോൾ എന്താവും? ഫ്യൂച്ചർ ആവും അല്ലേ? n-2 ദാറ്റ് ഈസ് n+2. അപ്പോൾ അത് ഫ്യൂച്ചർ ആവും. അപ്പോൾ പാസ്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കെ ഗ്രേറ്റർ ദാൻ 0. പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ കെ ഈക്വൽ ടു 0. സോ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എക്സ് ഓഫ് എൻ മൈനസ് കെയിൽ കെ എന്തായിരിക്കും? ഒന്നുകിൽ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് പ്രസൻറ്റ് ഇൻപുട്ടാണ്. കെ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇതെന്താണ്? പാസ്റ്റ് ഇൻപുട്ടാണ് ഫോർ വൈ ഓഫ് എൻ. സോ അങ്ങനെയാണെങ്കിൽ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻപുട്ടിന് കെ എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഫ്യൂച്ചർ വാല്യൂവിന് കെ ലെസ് ദാൻ 0. സോ ഒരു കോസൽ സിസ്റ്റം ആവണമെന്നുണ്ടെങ്കിൽ എച്ച് ഓഫ് കെ ഈക്വൽ ടു 0 ഫോർ കെ ലെസ് ദാൻ 0. അതായത് ഫ്യൂച്ചർ കണ്ടീഷനിൽ എച്ച് ഓഫ് കെ എന്താവണം? 0 ആകണം. അതായത് ഔട്ട്പുട്ട് പ്രസൻറ്റും പാസ്റ്റ് ഇൻപുട്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. എപ്പോൾ? കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കോസൽ അല്ലാത്ത സമയത്ത് എന്തായിരിക്കും? കെ ലെസ് ദാൻ 0 ആയിരിക്കും. ആ സമയത്ത് ഇയാൾ എന്താവണം? 0 ആകണം. സോ കോസൽ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ എച്ച് ഓഫ് കെ ഈക്വൽ ടു
0 ഫോർ കെ ലെസ് ദാൻ 0. അതാണ് നമ്മുടെ കോസൽ സിസ്റ്റത്തിൻ്റെ കണ്ടീഷൻ. മെമ്മറിയിലെ സിസ്റ്റത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്, y ഓഫ് എൻ എക്സ് ഓഫ് എന്നിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ k ഈക്വൽ ടു 0 ആയിരിക്കണം. എങ്ങനെയാവുമ്പോൾ, മെമ്മറിലെസ് സിസ്റ്റം ആകുമ്പോൾ. അപ്പോൾ k നോട്ട് ഈക്വൽ ടു 0, അതായത് മെമ്മറി ഉള്ള ടൈമിൽ എന്താവും, h ഓഫ് k 0 ആവും. ഇവിടെ പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് വാല്യൂ ഓഫ് ഇൻപുട്ടിനെ എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യണം. ഫ്യൂച്ചർ വരുന്നത് എപ്പോഴാക്കി, ലെസ് ദാൻ 0 ആകുമ്പോൾ, അന്നേരം h ഓഫ് k എന്താവും, 0 ആകും. ആ സെയിം കാര്യം നമുക്ക് എവിടെയും പറയാം, കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിലും പറയാം. h ഓഫ് ടോയിൻ്റെ എക്സ് ഓഫ് ടി മൈനസ് ടോയിൽ ഈ എക്സ് ഓഫ് ടി അല്ലെങ്കിൽ എക്സ് ഓഫ് ടി മൈനസ് ടോ ഫോർ ടോ ഗ്രേറ്റർ ദാൻ 0യ്ക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, y ഓഫ് ടി ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതായത് ഒരു കണ്ടിന്യൂസ് ടൈം സിസ്റ്റം, LTI സിസ്റ്റം എന്താകണമെന്നുണ്ടെങ്കിൽ, കോസൽ ആകണമെന്നുണ്ടെങ്കിൽ h ഓഫ് ടോ എന്ന് പറയുന്ന 0 ആയിരിക്കണം. എപ്പോൾ, ടോ ലെസ് ദാൻ 0യിൽ. കാരണം എന്താ, ടോ ലെസ് ദാൻ 0 ആകുമ്പോഴത്തേക്കും ഇതെന്താവും, എക്സ് ഓഫ് ടി മൈനസ് ഒരു നെഗറ്റീവ് വാല്യൂ. അപ്പോൾ എന്ത് വരും, ടി പ്ലസ് എന്തോ ഒരു സാധനം വരും. അപ്പോഴത്തേക്കും y ഓഫ് ടി ഡിപ്പെൻഡ്സ് ഓൺ എക്സ് ഓഫ് ടി പ്ലസ് സംതിങ്, ദാറ്റ് ഈസ് എ ഫ്യൂച്ചർ വാല്യൂ. ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ടോ ലെസ് ദാൻ 0 ആണെങ്കിൽ എന്തായിക്കോളും, ഇയാളങ്ങ് 0 ആവുകയാണെന്നുണ്ടെങ്കിൽ y ഓഫ് ടിക്ക് എന്തില്ല, ഒരു ഫ്യൂച്ചറുമായിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസി അവിടെ വരില്ല. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്റ്റേബിൾ സിസ്റ്റം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എ സിസ്റ്റം ഈസ് സെഡ് ടു ബി ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് സ്റ്റേബിൾ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ടും ബൗണ്ടഡ് ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കണം, ബൗണ്ടഡ് ആയിരിക്കണം. ദാറ്റ് ഈസ് ഇഫ് ഇൻപുട്ട് ഈസ് എ വാല്യൂ വിച്ച് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി, ഔട്ട്പുട്ട് എന്തായിരിക്കണം, ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കണം. അതാണ് നമ്മൾ പറയുന്ന കണ്ടീഷൻ. ഇൻപുട്ട് എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ എം ഓഫ് എക്സ്. എം ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് പോസിറ്റീവ് വാല്യൂ, അതായത് ഇൻഫിനിറ്റിനേക്കാളും ചെറുതായൊരു വാല്യൂ ആണ് എം ഓഫ് എക്സ്. അതിലും താഴെയാണ് ഇൻപുട്ട് എങ്കിൽ, ഇത്രേ ഉള്ളൂ. ഇൻപുട്ട് ഒരു ഫൈനൈറ്റ് ആണ്, ഇൻഫിനിറ്റി അല്ല. എന്നാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇൻഫിനിറ്റീന് താഴെയുള്ളൊരു വാല്യൂ ആയിരിക്കും. അത് നമുക്കറിയുന്ന കണ്ടീഷനാണ്. ഇനി നമുക്ക് എന്തറിയാം, y ഓഫ് എൻ ഈക്വൽ ടു h ഓഫ് എൻ കൺവല്യൂഷൻ എക്സ് ഓഫ് എൻ ആണെന്ന് അറിയാം, വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി h ഓഫ് k ഇൻറ്റു എക്സ് ഓഫ് എൻ മൈനസ് k. അപ്പോൾ ഇത് ഫൈനൈറ്റ് ആകുമ്പോൾ ഇതും ഫൈനൈറ്റ് ആകണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതും എന്തായിരിക്കണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി ആയിരിക്കണം. അല്ലെങ്കിൽ ഇത് ഇൻഫിനിറ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇൻപുട്ട് മാത്രം ഫൈനൈറ്റ് ആയിട്ട് കാര്യമില്ല. സോ നമുക്ക് എങ്ങനെ പറയാം, ഫോർ ബൗണ്ടഡ് ഇൻപുട്ട് ആൻഡ് ബൗണ്ടഡ് ഔട്ട്പുട്ട് സിഗ്മ k ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി h ഓഫ് k എങ്ങനെയായിരിക്കണം, ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കണം. അതായത് ഇത് ഫൈനൈറ്റ് ആകുമ്പോൾ ഇത് ഫൈനൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ക്വാണ്ടിറ്റി എങ്ങനെയായിരിക്കണം, ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കണം. സോ ഫോർ എ സ്റ്റേബിൾ സിസ്റ്റം ദിസ് ഈസ് ദ condition.